الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ അൽ മുലഖസുൽ ഫിഖ്ഹി ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കിതാബു ത്വഹാറയുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളാണ് കഴിഞ്ഞ ദർസുകളിൽ സംസാരിച്ചത്. വുദൂഇന്റെ രൂപത്തെ സംബന്ധിച്ച്, അതിന്റെ സിഫത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. ഇനി അടുത്ത അധ്യായത്തിൽ സംസാരിക്കുന്നത് ബാബുൻ ഫി അഹ്കാമിൽ മസ്ഹി അലൽ ഖുഫൈ, ഖുഫയെ തടകുന്നത്, അതിന്റെ ഹുക്കുമുകളാണ്. വഗൈരിഹിമ മിനൽ ഹവായിൽ, ഖുഫ മാത്രമല്ല അതല്ലാത്ത വേറെ ചില വുളൂ ചെയ്യുമ്പോൾ അവയവത്തിൽ ഉണ്ടാകുന്ന മറ്റ് ചില തടസ്സങ്ങൾ, ഹവായിലുകൾ, അവകളെയും തടകുന്നതിനെ സംബന്ധിച്ച്, അതായത് വുളൂ ചെയ്യുമ്പോൾ വെള്ളമൊഴിച്ച് കഴുകാൻ സാധിക്കാത്തതായ അവസ്ഥയിൽ ഉള്ള അവയവങ്ങൾ, അവകളെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. ഖുഫ എന്ന് പറഞ്ഞാൽ സാധാരണ തണുപ്പിനെ പ്രതിരോധിക്കാൻ, അതല്ലെങ്കിൽ ചൂടിനെയും മറ്റെല്ലാം കാൽപാദങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ്. കാൽമുട്ടിന്റെ ഭാഗത്തേക്ക് വരെ നീണ്ട് നിലയിൽ ഉപയോഗിക്കുന്നതാണ് സാധാരണ ഖുഫ. ഖുഫയും അതേപോലെ തന്നെ അതിന്റെ സ്ഥാനത്തുള്ള മറ്റ് സോക്സ് പോലുള്ളതായ കാര്യങ്ങളും ഇതിലാണ് പെടുന്നത്. അപ്പൊ ഇത് തടകുന്നതിന്റെ വിധിയെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. മുസന്നിഫ് പറയുന്നു, ഇന്ന ദീനനാ ദീനു യുസ്രിൻ ലാ ദീനു മശഖത്തിൻ വഹറജിൻ. നമ്മുടെ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എളുപ്പമുള്ള മതമാണ്. അത് ലാ ദീനു മശഖത്തിൻ വഹറജിൻ, പ്രയാസമുണ്ടാക്കുന്ന, ദുരിതമുണ്ടാക്കുന്ന ഒരു മതമല്ല. യദഉ ലികുല്ലി ഹാലത്തിൻ മാ യുനാസിബുഹാ മിനൽ അഹ്കാമി മിമ്മാ ബിഹി തതഹഖഖുൽ മസ്ലഹതു വതൻതഫിൽ മശഖ. അത് ഏതൊരു സന്ദർഭത്തിലും അനുയോജ്യമായ നിയമങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിനെ യാഥാർത്ഥ്യമാക്കാൻ, പ്രയാസങ്ങളുണ്ടെങ്കിൽ പ്രയാസത്തെ ദൂരീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഏതാണോ സാഹചര്യം, ആ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വിധികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. പ്രയാസങ്ങൾ ഉള്ള സമയത്ത് ആ പ്രയാസങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, ആ സമയത്തുള്ള നിയമങ്ങൾ വേറെയിരിക്കും. ഒമിൻ ദാലിക, അങ്ങനെ ഉള്ള നിയമങ്ങളിൽപ്പെട്ടതാണ് മാ ശറഅഹുല്ലാഹു ഫി ഹാലത്തിൽ വുദൂഇ, വുദൂഇന്റെ സമയത്ത് അള്ളാഹു നിയമമാക്കിയിരിക്കുന്ന ഒരു നിയമം. ഏതാണത്? ഇദാ കാന അലാ ശൈഇൻ മിൻ അഅദാഇൽ മുതവദ്ദിഇ ഹായിലുൻ, വുദൂ ചെയ്യുന്ന ഒരാളുടെ വുദൂഇന്റെ അവയവങ്ങളിൽ ഒരു മറയുണ്ട്. എങ്ങനെയുള്ള മറയാണ്? യശുഖു നസ്ഉഹു വയഹ്താജു ഇലാ ബഖാഇ, അതാ സമയത്ത് വലിച്ചൂരിയെടുക്കുക എന്നുള്ളത് പ്രയാസമാണ്.
മാത്രമല്ല അത് അവിടെ അവശേഷിക്കുക എന്നതിലേക്ക് അവൻ ആവശ്യക്കാരനുമാണ്. അങ്ങനെയുള്ളതായ ഏതെങ്കിലും മറ ഒരാളുടെ കയ്യിലുണ്ട്. ആ മറകൾ വ്യത്യസ്ത രീതിയിലാകാം. ഒന്നുകിൽ ഇമ്മാലി വിഖായത്തി രിജിലൈനി, കാലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറകളാകാം. ഏതുപോലെ കൽ ഖുഫൈനി വനഹബിഹിമ, ഖുഫ ധരിക്കുന്നു കാലിൽ, സോക്സ് പോലുള്ളത് അല്ലെങ്കിൽ ഖുഫ പോലുള്ളത്, ബൂട്ട് പോലുള്ളതായ ഖുഫകൾ അല്ലെങ്കിൽ അതുപോലുള്ളത്. അതല്ലെങ്കിൽ ഔ ലി വിഖായത്തി റഅസി കൽ ഇമാമ, തലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഏതെങ്കിലും തടസ്സങ്ങളാകാം, അത് തലപ്പാവ് ധരിക്കുന്നതിന് പോലെ. അതേപോലെ ഇമ്മാലി വിഖായത്തി ജുർഹിൻ വനഹ്വിഹി കൽ ജബീറത്തി വനഹ്വിഹ, കയ്യിലോ മറ്റോ പരിക്കുകൾ ഉണ്ടാകാം. അങ്ങനെ പരിക്കുകളുണ്ട് എങ്കിൽ, മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ജബീറത്ത് എന്ന് പറഞ്ഞാൽ വച്ച് കെട്ടുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഫഇന്ന ശാരിഅ റഖസ ലിൽ മുതവദ്ദിഇ അൻ യംസഹ അലാ ഹാദിഹിൽ ഹവായിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പ്രയാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഹവായിലിന്റെ മേൽ, ഈ തടസ്സങ്ങൾ എന്താണോ, സോക്സാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഖുഫയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും വച്ചുകെട്ടലുകൾ, ഇതിന്റെ മേലെ തടവുക എന്നുള്ളത് അള്ളാഹു ഇളവായിട്ട് പഠിപ്പിച്ചിരിക്കുന്നതായ ഒരു നിയമമാണ്. വയക്തഫി ബിദാലിക അൻ നസ്ഇഹ വഗസ്ലി മാ തഹ്തഹ, അപ്പോ അത് ഊരി അതിന് താഴെയുള്ള ഭാഗം കഴുകുന്നതിനെ തൊട്ട് ഈ തടകൾ തന്നെ എന്താകും, മതിയാകും. അതിന്റെ മേൽ തടകിയാൽ തന്നെ മതിയാകും. തഖ്ഫീഫൻ മിൻഹു സുബ്ഹാനഹു വ തആല അലാ ഇബാദി, ഇത് അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ലഘൂകരണമാണ്, എളുപ്പം ചെയ്തു കൊടുക്കലാണ്. വദഫ്അൻ ലിൽ ഹറജി അൻഹും, അവരെ തൊട്ട് ഒരു പ്രയാസത്തെ തടുക്കലുമാണ്. അപ്പൊ അവർക്കുണ്ടാകുന്ന പ്രയാസത്തെ നീക്കം ചെയ്യാൻ, അവർക്ക് ഒരു എളുപ്പം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു നിയമമാണിത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അതെങ്ങനെയാണ് തടവുക, അങ്ങനെ തടകുന്നതിന്റെ ഹുക്കം എന്താണ്, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. ഫഅമ്മാ മസ്ഹുൽ ഖുഫൈൻ, അപ്പൊ ഇതിൽ ഒന്നാമത്തെ വിഷയം ഖുഫയെ തടകലാണ്. ഖുഫയെ തടകുക എന്നുള്ളതിന്റെ വിധി, ഔമാ യഖൂമു മഖാമഹുമാ മിനൽ ജൗറബൈനി, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതായ മറ്റുള്ള കാര്യങ്ങൾ. ജൗറബ് എന്ന് പറഞ്ഞാൽ സോക്സ് ആണ്. അപ്പോ ഒന്നുകിൽ ഖുഫ അല്ലെങ്കിൽ സോക്സ്, ഇവകളെ തടകുന്നതിന്റെ വിധി വൽ ഇക്തിഫാഉ ബിഹി അൻ ഗസ്ലി റിജ്ലൈൻ, കാലിനെ കഴുകുന്നതിനെ തൊട്ട് കഴുകാതെ എന്ത് ചെയ്യുക, ഈ തടവുക എന്നുള്ളതിന്റെ മേൽ മാത്രം ഒതുക്കുക, അങ്ങനെ ചെയ്യുക എന്നുള്ളതിന്റെ വിധി ഫഹുവ സാബിത്തും ബിൽ അഹാദീസി സ്വഹീഹ അൽ മുസ്തഫീദത്തിൽ മുതവാത്തിറ ഫി മസ്ഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദരി വസ്സഫർ. ഇങ്ങനെ തടകുന്നത് അനുവദനീയമാണ് എന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബ്സല്ലാസ്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്വഹീഹായ ഹദീസുകളാണ്, മുതവാത്തിറുകളാണ്. മുതവാത്തിറുകൾ എന്ന് പറഞ്ഞാൽ സംശയത്തിന് യാതൊരു ഇടയുമില്ലാത്ത രീതിയിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു പറ്റം സ്വഹാബികൾ, അവരെ തുടർന്ന് വേറൊരു പറ്റം താബിഈങ്ങൾ, ഇങ്ങനെ പരമ്പരകളായിട്ട് ഉദ്ധരിക്കപ്പെടുന്നതായ ഹദീസുകളാണ്. ഇത് ഫിൽ ഹവലി വസ്സഫർ, നാട്ടിൽ താമസിക്കുന്നവർക്കും ചെയ്യാം, യാത്രാവേളകളിലും ചെയ്യാം എന്നുള്ളതിലേക്ക് തെളിവുള്ള ധാരാളം ഹദീസുകളുണ്ട്. മാത്രമല്ല അമറഹു ബിദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളുണ്ട്. അതേപോലെ വതർഖീസുഹി ഫീ, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിലേക്ക് ധാരാളം ഹദീസുകളുണ്ട്. ഖാല അൽ-ഹസൻ, ഇമാം ഹസൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഹദ്ദസനി 70 മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ 70ഓളം സഹാബികൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നഹു മസഹ അലൽ ഖുഫൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, രണ്ട് ഖുഫയുടെ മേൽ തടവുക മാത്രമാണ് ചെയ്തത് എന്ന് 70ഓളം സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം മാലിക് ഇബ്നു മുൻദിർ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ തന്നെ അസറാണ്. ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞു, റവൽ മസ്ഹ അലൽ ഖുഫൈനി ഖലായിഖു ലാ യുഹ്സവന മിന സ്വഹാബ, ഖുഫൈ തടകുന്നതിനെ സംബന്ധിച്ചുള്ളതായ റിപ്പോർട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വഹാബികളിൽ നിന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്
എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. വഖാല ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈസ ഫീ നഫ്സി മിനൽ മസ്ഹി ഷൈഉൻ, ഇങ്ങനെ തടകുന്നതിനെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ യാതൊരു പ്രശ്നവുമില്ല. ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ, ഇളവാണ്, ഇളവ് എടുക്കാൻ അനുവാദമുള്ള സമയമാണ്, അപ്പോൾ ഇളവ് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ശക്കുണ്ടാവും ചില ആളുകൾക്ക്. എന്റെ മനസ്സിൽ അതിനെ സംബന്ധിച്ചെന്നില്ല, യാതൊരു സംശയവുമില്ല. ഫീഹി 40 ഹദീസൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് 40 ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം അഹ്മദ് പറയാം. വഖാല ഇബ്നു മുബാറക് പറഞ്ഞു, വഗൈറുഹു, അതല്ലാത്തവരും, ലൈസ ഫിൽ മസ്ഹി അലൽ ഖുഫൈൻ ബൈന സ്വഹാബത്തി ഇഖ്തിലാഫുൻ വ ജായിസുൻ, സ്വഹാബികളുടെ ഇടയിൽ ഖുഫയുടെ മേൽ തടകുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. വജായിസുൻ, അതെന്തായിരുന്നു? അനുവദനീയമായിരുന്നു. സഹാബികൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല, അവരെന്ത് ചെയ്യുമായിരുന്നു? ഖുഫ തടകുമായിരുന്നു. വനഖല ഇബ്നുൽ മുൻസിർ വഗൈറുഹു ഇജ്മാഅൽ ഉലമാഇ അലാ ജവാസിഹി, ഉലമാക്കളുടെ ഇജ്മാഅ്, ഏകോപിച്ച അഭിപ്രായം ഈ വിഷയത്തിൽ ഇബ്നു മുൻസിറും അതല്ലാത്തവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ധരിച്ചിട്ടുണ്ട്. വത്തഫഖ അലൈഹി അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅ ആ വിഷയത്തിൽ ഇത്തിഫാഖാണ്, ഏകോപിച്ചിരിക്കുകയാണ്. അവർക്കതിലെന്തില്ല? അഭിപ്രായ വ്യത്യാസങ്ങളില്ല അവരുടെ ഇടയിൽ. ബിഖിലാഫിൽ മുബ്തദിഅത്തി അല്ലദീന ലാ യറൂന ജവാസഹു, എന്നാൽ ചില മുബ്തദിഅകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലാ യറൂന ജവാസഹു, അത് അനുവദനീയമാണ് എന്നവരെന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. അപ്പൊ ഈ മസ്അല ഖുഫയിൽ തടങ്ങുന്നത് അനുവദനീയമാണോ അല്ലയോ എന്നുള്ള മസ്അല, അത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഉലമാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇത് കർമ്മപരമായിട്ടുള്ള കാര്യമാണെങ്കിലും അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ചില കക്ഷികൾ, പ്രത്യേകിച്ച് റാഫിളുകൾ, ഷിയകൾ, അവരെന്ത് ചെയ്യുന്നില്ല? ഈ ഒരു നടപടിക്രമത്തെ അംഗീകരിക്കുന്നവരല്ല. അതുകൊണ്ട് അഹ്ലുസുന്ന എന്താണ്? ഇത് അംഗീകരിക്കുന്നവരാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടി അഹ്ലുസുന്നയുടെ രീതി ഇതാണ്, അഹ്ലുൽ ബിദ്അനെ പോലെയല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അഖീദയുടെ ഗ്രന്ഥങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ അധ്യായം ഉലമാക്കൾ കൊണ്ടുവരലുണ്ട്. വഹുക്കുമുൽ മസ്ഹി അലൽ ഖുഫൈൻ, രണ്ട് ഖുഫകളുടെ മേൽ ഇങ്ങനെ തടകുന്നതിന്റെ വിധി എന്താണ്? എന്താണ് അതിന്റെ ഹുക്കുമ്? അന്നഹു റുഖ്സ, അത് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ഇളവാണ് എന്നുള്ളതാണ്. അള്ളാഹു നൽകിയ ഒരു ഇളവാണത്. അങ്ങനെ അള്ളാഹു ഒരു ഇളവ് നൽകിയാൽ വഫിഅലുഹു അഫ്ളലു മിൻ നസ്ഇൽ ഖുഫൈനി വഗസ്ലി റിജ്ലൈൻ, ആ ഇളവിനെ സ്വീകരിക്കുക എന്നുള്ളതാണെന്ത്? ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഒരാൾ ഖുഫ ധരിച്ചിട്ടുണ്ട്, വുളു എടുക്കാൻ പോവാണ്. ഖുഫ ധരിക്കുമ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ അത് ഊരി കഴുകുന്നതിനേക്കാൾ ശ്രേഷ്ഠത എന്താണ്? അതിന്റെ മേൽ തടവുക എന്നുള്ളത് തന്നെയാണ്. ആ റുഖ്സയെ സ്വീകരിക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠതയുള്ളത്. അഖദൻ ബി റുഖ്സത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹു നൽകിയിരിക്കുന്ന റുഖ്സയെ സ്വീകരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. വഖ്തിദാഅൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. അല്ലാഹു കൊടുത്തിരിക്കുന്ന റുഖ്സയെ ആര് സ്വീകരിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സ്വീകരിക്കുക എന്നുള്ളതാണെന്ത്? ശ്രേഷ്ഠത. മുഖാലഫത്തൻ ലിൽ മുബ്തദിഅ, മാത്രമല്ല ഇതൊരു വിശ്വാസപരമായ കാര്യവുമായി മാറി പിന്നീട്. എപ്പോൾ മുബ്തദിഅകൾ ഇതിനെ അനുവാദമില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം കൂടി മാറി. അതുകൊണ്ട് മുബ്തദിഅകൾക്ക് എതിരിൽ കാണിക്കുക എന്നുള്ള അർത്ഥത്തിലും അത് പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ത്? ശ്രേഷ്ഠതയുള്ളത്. വൽ മസ്ഹു യർഫഉൽ ഹദസ അമ്മാ തഹ്തൽ മംസൂഹ്, ഇങ്ങനെ എന്ത് ചെയ്യുക? തടവുക എന്നുള്ളത്, മസ്ഹ് ചെയ്യുക എന്നുള്ളത്, ഖുഫയുടെ മേൽ തടവുക എന്നുള്ളത് തടകുന്ന ഇതിന്റെ താഴ്ഭാഗത്തുള്ളതായ ഒന്നിനെ തൊട്ട് അവിടെയുള്ള അശുദ്ധിയും ഉയർത്തിക്കളയുന്നതാണ്. നമ്മൾ സാധാരണ വെള്ളമൊഴിച്ച് കഴുകുമ്പോഴാണല്ലോ അശുദ്ധി വരിക. എന്നാൽ ഈ തടകുന്നത് മുഖേന തന്നെ എന്ത് ചെയ്യും? ആ ഭാഗത്തുള്ള അശുദ്ധി ഇല്ലാതെയാകുന്നതാണ്. വഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതകല്ലഫു ضد حاله التي عليها قدما, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നബി ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയ്ക്ക് വിപരീതമായി ഒരു പ്രയാസം എന്ത് ചെയ്യുമായിരുന്നില്ല, ഒരു രീതി നബി സ്വീകരിക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ബൽ ഇൻകാനതാ ഫിൽ ഖുഫൈനി മസ്ഹ അലൽ ഖുഫൈൻ, നബി ഖുഫ ധരിച്ച അവസ്ഥയിലാണെങ്കിൽ അവിടെ എളുപ്പമുള്ള ഏതാണ്? ഖുഫയുടെ മേൽ തടവുക എന്നുള്ളതാണ്. അപ്പൊ അത് സ്വീകരിക്കും. വ ഇൻകാനതാ മക്ശൂഫത്തൈൻ, അതല്ല ഖുഫ ഇല്ലാത്ത തുറക്കപ്പെട്ട കാലുകളാണ്
അവിടെ അതാണ് അടിസ്ഥാനം. അപ്പം എന്ത് ചെയ്യണം? ഗസ്ലുൽ ഖദമൈൻ, അപ്പം പിന്നെ കാല് കഴുകുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന രീതി. ഫലാ യുശ്റഉ ലുബ്സുൽ ഖുഫി ലിയംസഹ അലൈഹി, അത് പറ്റൂല. അപ്പോൾ ഒരാൾ വുളൂ ചെയ്യാൻ പോവാണ്, അപ്പോൾ അവന് കാല് കഴുകാനൊരു പ്രയാസം, അപ്പോൾ പിന്നെ കാല് തടകാൻ വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യുക? ഖുഫയുടെ മേൽ തടകാൻ വേണ്ടി മാത്രമായിട്ട് ഖുഫ് ഇടുക, അതെന്തല്ല നിയമമായ രീതിയല്ല. എന്താണോ അവന്റെ ആ സമയത്തുള്ള അവസ്ഥ അതാണ് എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. വുളൂ ചെയ്യാൻ സമയത്ത് അവൻ ഖുഫ ധരിച്ചവനാണോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ മേലെ തടകിയാൽ മതി. അതല്ല കാല് തുറന്ന കാലാണോ, അങ്ങനെയാണെങ്കിൽ കഴുകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഏതവസ്ഥയിലാണ് നിലവിലുള്ളത് അതിന് വിപരീതമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതല്ല. ഇനി എത്ര കാലം ഇങ്ങനെ അത് അഴിക്കാതെ അതിന്റെ മേൽ ഇങ്ങനെ തടകിക്കൊണ്ട് വുളൂ ചെയ്യാം? വുളൂ ചെയ്യുമ്പോൾ ഇങ്ങനെ തടകൽ മാത്രം ഒതുക്കാം. വമുദ്ദത്തുൽ മസ്ഹി അലൽ ഖുഫൈനി ബിന്നിസ്ബത്തി ലിൽ മുഖീമി വമൻ സഫറുഹു ലാ യുബീഹു ലഹുൽ ഖസ്ർ യൗമൻ വലൈല. അപ്പോൾ ഈ വിഷയത്തിൽ നാട്ടിൽ താമസിക്കുന്ന ആളുകളുടെ കാലാവധി ഒന്ന് വേറെയാണ്, യാത്രക്കാരനാണെങ്കിൽ അവന്റെ കാലാവധി വേറെയാണ്. എത്ര കാലം ഇങ്ങനെ തടകാമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഹുക്കം വേറെയാണ്. അപ്പോൾ നാട്ടിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിന്നിസ്ബത്തി ലിൽ മുഖീമി, നാട്ടിലാണ് അവൻ, യാത്രയിലല്ല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ മുദ്ദത്ത്, കാലയളവ്. അതുപോലെ വമൻ സഫറുഹു ലാ യുബീഹു ലഹുൽ ഖസ്ർ, വേറൊരാൾ യാത്രയിലാണ്, പക്ഷെ ആ യാത്രയിൽ ചെറിയ യാത്രയാണ്, നമസ്കാരം ചുരുക്കി നമസ്കരിക്കാൻ അനുമതിയുള്ള യാത്രയല്ല, അതിനേക്കാൾ ചെറിയ ഒരു യാത്ര ചെയ്യുന്നയാളാണ്. അങ്ങനെയുള്ള ചെറിയ യാത്ര ചെയ്യുന്ന ആളുടെയും അതേപോലെ തന്നെ നാട്ടിൽ താമസിക്കുന്ന ആളുകളുടെയും ഇങ്ങനെ ഖുഫയിൽ തടകുന്ന അതിന്റെ കാലാവധി യൗമുൻ വലൈല, ഒരു രാത്രിയും ഒരു പകലുമാണ്, അതായത് ഒരു ദിവസമാണ്. വബിന്നിസ്ബത്തി ലിൽ മുസാഫിരി, യാത്രക്കാരനാണ്. എങ്ങനെയുള്ള യാത്രയാണ്? സഫറൻ യുബീഹു ലഹുൽ ഖസ്റ, ആ യാത്രയിൽ ഖസ്റാക്കൽ അനുവദനീയമാണ്, നമസ്കാരം ചുരുക്കി നമസ്കരിക്കൽ അനുവദനീയമായ യാത്രയാണ്, അപ്പോൾ ദീർഘമായ യാത്രയാണ്. അങ്ങനെയാണെങ്കിൽ സലാസത്തു അയ്യാമിൻ ബലയാലിഹ, 3 ദിവസങ്ങളാണ് അതിന്റെ രാത്രിയോട്, അപ്പം 3 രാവും 3 പകലുമാണ് അതിന്റെ കാലാവധി. ലിമാ റവാഹു മുസ്ലിമുൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅല ലിൽ മുസാഫിരി സലാസത അയ്യാമിൻ വലയാലിഹിൻ വയൗമൻ വലൈലത്തൻ ലിൽ മുഖീം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കാരന് 3 രാവും പകലും, അതേപോലെ നാട്ടിൽ താമസിക്കുന്നവന് 1 രാവും പകലുമാണ് ഇങ്ങനെ തടകുന്നതിനുള്ളതായ അവധിയായിട്ട് എന്ത് ചെയ്തിരുന്നത്? നിശ്ചയിച്ചിരുന്നത്. 3 രാത്രിയും 3 പകലും എന്ത് ചെയ്യാം? ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കാം അതിന്റെ മേലെ വുളൂ ചെയ്യുന്ന സമയത്ത്, അത് അഴിക്കേണ്ടതില്ല യാത്രക്കാരനാണെങ്കിൽ. നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ 1 രാത്രിയും പകലും അത് അഴിക്കാതെ എന്ത് ചെയ്യാം? അതിന്റെ മേലെ തടവുക എന്നുള്ളത് അനുവദനീയമാണ്. ഇനി എങ്ങനെയാണ് ഈ ദിവസം കണക്കാക്കുക? വബ്തിദാഉൽ മുദ്ദത്തി ഫിൽ ഹാലത്തൈൻ യകൂനു മിനൽ ഹദസി ബഅദൽ ലുബ്സ്. ഇങ്ങനെ ഈ പറയുന്ന കാലാവധിയുടെ ആരംഭം അത് 2 അവസ്ഥയിലാണ്. അതിൽ ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ മുസ്ലിം പറയുന്നത് യകൂനു മിനൽ ഹദസി ബഅദൽ ലുബ്സ്, ധരിച്ചതിന് ശേഷം എപ്പോഴാണോ ഒരാൾക്ക് അശുദ്ധി ഉണ്ടാകുന്നത് അതുമുതലാണ് സമയം ആരംഭിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വുളൂ എല്ലാം ചെയ്ത് ഖുഫ ധരിച്ചു. ഖുഫ ധരിച്ചത് ഒരു ദിവസം രാവിലെ 8 മണിക്കാണെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ രാവിലെ സുബഹിക്ക് എന്ത് ചെയ്തു? വുളൂ ചെയ്ത് ഖുഫ ധരിച്ചു. അങ്ങനെ സുബ്ഹ് നമസ്കരിച്ചു. ഒരു 8 മണിയാകുമ്പോൾ എന്ത് ചെയ്തു? അവന് രാവിലെ 8 മണിയായപ്പോൾ അവന്റെ വുളൂ മുറിഞ്ഞുപോയി. അതാണ് ഹദസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ. അതുമുതൽ ആണ് എന്ത് ചെയ്യുക? ഈ ദിവസം കണക്കാക്കപ്പെടുക എന്നുള്ളതാണ് മുസന്നിഫോട് പറഞ്ഞത്. അപ്പോൾ 8 മണിക്കാണ് ഹദസ് ഉണ്ടായത് എങ്കിൽ ആ 8 മണി മുതൽ അടുത്ത ദിവസം 8 മണിയാകുന്നത് വരെയും നാട്ടിൽ താമസിക്കുന്നവൻ എന്ത് ചെയ്യാം? അതിന് ഇടയിൽ വുളൂ ചെയ്യുമ്പോൾ തടകാം. അതേപോലെ തന്നെ യാത്രക്കാരനാണെങ്കിൽ അത് മുതൽ 3 ദിവസം വരെയും എന്ത് ചെയ്യാം? തടകാം. ഇതാണ് മുസന്നിഫ് റഹ്മഹുല്ലാ നൽകുന്ന അഭിപ്രായം. കാരണം ലിഅന്നൽ ഹദസ ഹുവൽ മൂജിബു ലിൽ വുളൂ, ഈ അഭിപ്രായത്തിന് ന്യായമായിട്ട് മുസന്നിഫ് പറയുന്നത് അശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് വുളൂഇനെ നിർബന്ധമാക്കുന്ന കാര്യം. അപ്പോൾ അത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മുസന്നിഫിന്റെ അഭിപ്രായം. മാത്രമല്ല വലി അന്ന ജവാസൽ മസ്ഹി യബ്തദിഉ മിനൽ ഹദസി,
മാത്രമല്ല ഇങ്ങനെ തടകുന്നത് അനുവദനീയമാവുക എന്നുള്ളത് ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഹദസ് ഉണ്ടാകുമ്പോഴാണ്. അതായത് അശുദ്ധി ഉണ്ടാകുമ്പോഴാണല്ലോ പിന്നെ തടവുക എന്നുള്ള പ്രശ്നം വരുന്നത്. അത് ആരംഭിക്കുന്ന ഹദസ് ഉണ്ടാകുമ്പോഴാണ്. ഫയക്കൂനു ഇബ്തിദാഉൽ മുദ്ദത്തി മിൻ അവ്വലി ജവാസിൽ മസ്ഹി. അപ്പോൾ തടകൽ എപ്പോഴാണോ അനുവദനീയമാകുന്നത് അത് മുതലാണ് എന്ത് ചെയ്യുക, ഇതിന്റെ മുദ്ദത്ത് കാലയളവ് തുടങ്ങുന്നത് എന്നുള്ളതാണ് മുസന്നിഫ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ വമിനൽ ഉലമാഇ മൻ യറാ അന്ന ഇബ്തിദാഅൽ മുദ്ദത്തി യകൂനു മിനൽ മസ്ഹി ബഅദൽ ഹദസ്. ഉലമാക്കളിൽ ചില ഉലമാക്കൾ അവരുടെ അഭിപ്രായം ഈ മുദ്ദത്ത് ആരംഭിക്കുന്നത് എപ്പോഴാണോ ആദ്യ തടകൽ ഉണ്ടാകുന്നത് അത് മുതലാണ്. ഹദസ് ഉണ്ടായി അതിനുശേഷം എപ്പോഴാണോ ആദ്യമായി ഇതിന്റെ മേൽ തടകുന്നത് അത് മുതൽ ആണ് അതിന്റെ മുദ്ദത്ത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ചില ഉലമാക്കളുടെ അഭിപ്രായം. അതാണ് കുറച്ചുകൂടി കൂടുതൽ പ്രബലമായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞത് ഈ മസ്ഹ് അത് എന്ത് ചെയ്തിരിക്കുന്നു, 3 രാവും പകലും അതേപോലെ തന്നെ 1 രാവും പകലും അനുവദനീയമായി എന്നുള്ളതാണ്. അപ്പൊ മസ്ഹ് എപ്പോഴാണോ തുടങ്ങുന്നത് അത് മുതലാണ് എന്നുള്ളതാണ് പ്രബലമായ മറ്റൊരു അഭിപ്രായം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ വുദൂ ചെയ്ത് ഖുഫ ധരിച്ചു സുബഹിന്, അവന് അശുദ്ധി ഉണ്ടായത് രാവിലെ 8 മണി എപ്പോഴാണ്, അതിനുശേഷം അവൻ ആദ്യമായി തടകിയത് എപ്പോഴാണ്, ദുഹർ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് കൂട്ടിക്കോ. ദുഹർ നമസ്കരിക്കാൻ നേരത്താണ് അവൻ എന്ത് ചെയ്തു, വുദൂ ചെയ്യാൻ പോകുന്നു. അപ്പം എന്ത് ചെയ്തു, അതിന്റെ മേലെ അവൻ തടകി ഞാൻ തടകുന്നത് മുതലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാലാവധി തുടങ്ങുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രബലമായ അഭിപ്രായം. ഇനി ഇങ്ങനെ ഖുഫയുടെ മേൽ തടകൽ അനുവദനീയമാണെന്ന് പറഞ്ഞു. അത് റുഖ്സയാണ്. ഖുഫയുടെ മേലാണെങ്കിൽ ആ റുഖ്സ സ്വീകരിക്കലാണ് ശ്രേഷ്ഠത എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ഇങ്ങനെ തടകാവൂ. അതേതാണ് നിബന്ധനകൾ? ഷുറൂത്തുൽ മസ്ഹി അലൽ ഖുഫൈനി വനഹ്വിഹിമ. ഖുഫയോ അല്ലെങ്കിൽ അതുപോലുള്ളതായ വസ്തുക്കളോ തടകുമ്പോൾ, അതായത് സോക്സുകളോ മറ്റോ ആണെങ്കിൽ അത് തടകുമ്പോഴുള്ളതായ അതിന്റെ നിബന്ധനകൾ. ഒന്ന്, യുഷ്തറത്തു ലിൽ മസ്ഹി അലൽ ഖുഫൈനി വമാ യഖൂമു മഖാമഹുമാ മിനൽ ജവാരിബി വനഹ്വിഹാ അൻ യകൂന അൽ ഇൻസാനു ഹാല ലുബ്സിഹിമാ അലാ തഹാറത്തിൻ മിനൽ ഹദസ്. അതാണ് ഒന്നാമത്തെ നിബന്ധന. ഖുഫയെ തടകുന്നതിന്റെ മേലുള്ളതായ നിബന്ധന, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ജോറബുകൾ, സോക്സുകൾ, ഇതുപോലുള്ളതായ വസ്തുക്കളെ തടകുമ്പോൾ ഷർത്താക്കപ്പെട്ടിട്ടുണ്ട് അൻ യകൂനൽ ഇൻസാനു ഹാല ലുബ്സിഹിമ. ഇത് രണ്ടും ധരിക്കുന്ന സമയത്ത് ആ മനുഷ്യനാകണം അലാ തഹാറത്തിൻ മിനൽ ഹദസ്, ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം. അപ്പൊ ശുദ്ധിയോടെ ഈ പറയുന്ന സോക്സോ അല്ലെങ്കിൽ ഖുഫയോ ധരിച്ചാൽ മാത്രമേ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ മേൽ തടകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, വുദൂ ചെയ്തതിനു ശേഷം വുദൂ എല്ലാം മുറിഞ്ഞുപോയി. വുദൂ മുറിഞ്ഞതിന് ശേഷം വുദൂ ഇല്ലാതെയാണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് സോക്സ് ഇടുന്നത് അല്ലെങ്കിൽ ഖുഫ ധരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് വുദൂ ചെയ്യാൻ പോകുമ്പോൾ തടകിയാൽ പോരാ. ഇത് ധരിക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തിട്ടുണ്ടാകണം, വുദൂഓടായിരിക്കണം എന്ത് ചെയ്തിരിക്കുന്നത്, ധരിച്ചിരിക്കുന്നത്. അതല്ലാതെയാണ് ധരിച്ചത് എങ്കിൽ, പൂർണ്ണ ശുദ്ധിയോടെയല്ല ഇത് ധരിക്കുന്നത് എങ്കിൽ എന്താവൂല, പിന്നീട് തടകാൻ പറ്റൂല. അതാണ് ഒന്നാമത്തെ നിബന്ധന. എന്താണ് ആ നിബന്ധനയ്ക്കുള്ള ആധാരം? അതിനുള്ള തെളിവ് ലിമാ ഫി സ്വഹീഹൈനി, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുണ്ട്, വഗൈരിഹിമ, അതല്ലാത്തവരും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിമൻ അറാദ നസ്അ ഖുഫൈഹി വഹുവ യതവദ്ദ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വുദൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി മുഖം കഴുകി, കൈ കഴുകി, അതേപോലെ തന്നെ തല തടകി. ഈ സമയത്ത് കാല് കഴുകുന്ന സമയമായപ്പോൾ ഒരു സഹാബി എന്ത് ചെയ്തു, നബിയുടെ കാലിലുള്ളതായ ഖുഫ ഊരാൻ വേണ്ടിയിട്ട് പോയി. ഊരാൻ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമ, അത് രണ്ടും എന്ത് ചെയ്തേക്ക്, അവിടെ വിട്ടേക്ക്. ഫഇന്നി അദ്ഖൽതുഹുമാ താഹിറതൈൻ, അത് രണ്ടും ഞാൻ ധരിച്ചത് എങ്ങനെയാണ്, ശുദ്ധിയോടുകൂടിയിട്ടാണ്, വുദൂ ഉള്ള അവസ്ഥയിലാണ് ഞാൻ അതിനെന്ത് ചെയ്തത്, ധരിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, അതിന്റെ മേലെ തടകിയാൽ മതി, അതിനോട് വിട്ടേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ശുദ്ധിയോടെ ധരിച്ചതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, അതിന്റെ മേലെ തടകാൻ പറ്റുള്ളൂ എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസുമുണ്ട്, ഹദീസ് പ്രകാരമാണ്, ഉമിർന അൻ നംസഹ അലൽ ഖുഫൈ, ഖുഫയുടെ മേൽ തടകാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇദാ നഹ്നു അദ്ഖൽനാഹുമാ അലാ തുഹ്രി, നാം അതിനെ രണ്ടിനെയും പ്രവേശിപ്പിച്ചത് ശുദ്ധിയോടെ ആണ് എങ്കിൽ, ശുദ്ധിയോടെയാണ് അതിട്ട് എങ്കിൽ
അതിന്റെ മേൽ തടകാം എന്ന് നമ്മോട് എന്ത് ചെയ്തിട്ടുണ്ട്, കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശുദ്ധിയോടെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, തടകാൻ പറ്റൂ. വഹാദ വാദിഹു ദലാല അല ഇശ്തിറാത്തി ത്വഹാറത്തി ഇൻദ ലുബ്സി ലിൽ ഖുഫൈൻ. ഖുഫ ധരിക്കുമ്പോൾ ശുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ള അതിനുള്ള വ്യക്തമായ തെളിവാണെന്ത്, ഈ ഹദീസ്. ഫലൗ കാന ഹാല ലുബ്സിഹിമാ മുഹദിസൻ, ഇനി ഒരാൾ ഇത് ധരിക്കുന്ന സമയത്ത് അശുദ്ധിക്കാരനാണ്, വുളു ഇല്ലാത്തവനാണ്, എന്നാൽ ലം യജുസിൽ മസ്ഹു അലൈഹിമ, അതിന്റെ മേൽ തടവുക എന്നുള്ളതല്ല, അനുവദനീയമല്ല. അതാണ് ഒന്നാമത്തെ നിബന്ധന. വയുഷ്തറത്തു അൻ യകൂനൽ ഖുഫു വനഹവുഹു മുബാഹൻ. രണ്ടാമത്തെ നിബന്ധന, ഈ ഖുഫ അല്ലെങ്കിൽ അതുപോലുള്ളത് അനുവദനീയമായതായിരിക്കണം. എങ്ങനെയുള്ളതാകാൻ പാടില്ല, ഫഇൻ കാന മഗ്സൂബൻ, അതൊരാള് കവർന്നെടുത്തതാണ്, മറ്റൊരാളുടെ അപഹരിച്ചെടുത്ത ഖുഫയാണ്, നിഷിദ്ധമായതാണ് എങ്കിൽ, ഔ ഹരീറൻ ബിന്നിസ്ബത്തി ലിറജുൽ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് പട്ടിനാൽ നിർമ്മിക്കപ്പെട്ട ഖുഫയാണ്, അത് പുരുഷനെ എന്ത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, നിഷിദ്ധമായതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലം യജൂസിൽ മസ്ഹു അലൈഹി, അതിന്റെ മേൽ തടവുക എന്നുള്ളതല്ല, അനുവദനീയമല്ല. ലിഅന്നൽ മുഹറമ ലാ തുസ്തബാഹു ബിഹി റുഖ്സ, കാരണം നിഷിദ്ധമാക്കപ്പെട്ടതായ ഒന്നുകൊണ്ട് അത് ഒരു റുഖ്സക്ക് അത് അനുമതി നൽകപ്പെടുകയില്ല. അപ്പോൾ അള്ളാഹു നൽകിയിരിക്കുന്ന ഇളവാണ്, ഈ ഇളവ് സ്വീകരിക്കണമെങ്കിൽ അത് അനുവദനീയമായ മാർഗത്തിലുള്ളതായിരിക്കണം. നിഷിദ്ധമായ മാർഗത്തിലൂടെയുള്ള കാര്യമാണെങ്കിൽ അവിടെ എന്താവില്ല, റുഖ്സ ഇളവ് ബാധകമാവുകയില്ല എന്നതാണ്. മൂന്നാമത്തെ നിബന്ധന, വയുഷ്തറത്തു അൻ യകൂനൽ ഖുഫു വനഹവുഹു സാത്തിറൻ ലിർജിലി, ഈ ഖുഫ അല്ലെങ്കിൽ അതുപോലുള്ളത് കാലിനെ മറക്കുന്നതാകണം. അതായത് ഫലാ യുംസഹു അലൈഹി ഇദാ ലം യകുൻ ളാഫിയൻ മുഗത്തിയൻ ലിമാ യജിബു ഗസ്ലുഹു, കഴുകൽ നിർബന്ധമാകുന്നതായ ഭാഗത്തെ മുഴുവനും മൂടിയത് ആയിട്ടില്ല എങ്കിൽ. അപ്പോൾ കഴുകൽ നിർബന്ധമായ ഭാഗം ഏതാണ് നമുക്കറിയാം, വിരലുകളുടെ അഗ്രം മുതൽ ഞെരിയാണി വരെയാണ്. ഈ ഭാഗം മുഴുവനും മൂടിയിട്ടുള്ളതാണ് ആയിരിക്കണം ഈ ഖുഫ. അങ്ങനെയല്ല എങ്കിൽ ബിഅൻകാന നാസിലൻ അനിൽ കാബി, ഞെരിയാണിക്ക് താഴെയാണ് എന്ത് എടുക്കുന്നത്, ഈ ഖുഫ എടുക്കുന്നത് എങ്കിൽ അതിനെ അങ്ങനെ തടകുക എന്നുള്ളതല്ല, അനുവദനീയമല്ല. അത് ഊരി കഴുകുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഔകാന വാഫിയൻ, ഇനി എന്താണ് ഈ പറയുന്ന ഖുഫ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നത് തന്നെയാണ്, എന്തിനെ, ഞെരിയാണി ഉൾപ്പെടെ കവർ ചെയ്യുന്നതാണ്. പക്ഷേ ലാകിന്നഹു ലാ യസ്തുറു റിജ്ല, അത് പാദത്തെ മറയ്ക്കുന്നതല്ല. എന്തുകൊണ്ട്, ലി സ്വഫാഇഹി ഔ ഖിഫത്തി, വളരെ ലഘുവായ നേർമയായതാണ്, അത് ധരിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കാലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. കജൗറബിൻ ഗൈരി സഫീഖിൻ, കട്ടിയില്ലാത്ത വളരെ നേർത്ത സോക്സ് പോലെ. ഫലാ യുംസഹു അലാ ദാലിക കുല്ലിഹി ലിഅദമി സത്രിഹി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ മേൽ തടവുക എന്നുള്ളത് അനുവദനീയമല്ല. കാരണം അതെന്ത് ചെയ്തിട്ടില്ല, കാലിനെ മറച്ചിട്ടില്ല എന്നുള്ള കാരണത്താൽ. അപ്പോൾ വളരെ നേരിയതാണെങ്കിൽ പറ്റൂല. വയംസഹു അലാ മാ യഖൂമു മഖാമുൽ ഖുഫൈൻ, എന്നാൽ ഖുഫയ്ക്ക് അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റുള്ളതായ കാര്യങ്ങളെ തടകാം. ഏതുപോലെ ഫയജൂസുൽ മസ്ഹു അലൽ ജൗറബി സഫീഖി, കട്ടിയുള്ള സോക്സാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ മേൽ തടകാം. അല്ലദി യസ്തുറു റിജ്ല മിൻ സൂഫിൻ ഔ ഗരി, അത് കാൽപാദത്തെ പൂർണ്ണമായി എന്ത് ചെയ്യുന്നതാണ്, മറയ്ക്കുന്നതാണ്, അതിന്റെ നിറം കാണാൻ സാധിക്കാത്തതാണ്. സൂഫിനാലുള്ള കമ്പിളി രോമങ്ങളാലുള്ളതായ നല്ല കട്ടിയുള്ളതാണ് എങ്കിൽ അതിന്റെ മേൽ എന്ത് ചെയ്യാം, തടകാം. കാരണം ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ അലൽ ജൗറബൈൻ വന്നഅലൈൻ, നബി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ജൗറബിന്റെ മേൽ, സോക്സിന്റെ മേൽ തടകിയിട്ടുണ്ട്. അതേപോലെ അങ്ങനെ മൂടി നിൽക്കുന്നതായ നാലുകൾ, ചെരുപ്പുകൾ, അതിന്റെ മേലും എന്ത് ചെയ്തിട്ടുണ്ട്, തടകിയിട്ടുണ്ട്. റവാഹു അഹ്മദ് വഗൈറുഹു വസഹഹു തിർമിദി, അവരെല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ സോക്സാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തായിരിക്കണം, കട്ടിയുള്ളതായിരിക്കണം. ബൂട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ വലിച്ചു വരാൻ പ്രയാസമുള്ള, എന്തിനാണ്, കാലിന്റെ മേലേക്ക്, ഞെരിയാണിയുടെ മേലേക്ക്, മുട്ടുവരേക്കും കയറി കിടക്കുന്ന ബൂട്ട് പോലുള്ള പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഖുഫ എന്ന് സാധാരണ രീതിയിൽ പറയുന്നത്. തോല് കൊണ്ടൊക്കെ നിർമ്മിച്ചതാണ്, ലെതർ ആണ് അതിന്റെ സാധാരണ രീതിയിലുള്ള അത്. എന്നാൽ അതേപോലെ തന്നെയാണ് എന്തും ഈ പറയുന്ന സോക്സുകളും, അതിന് കട്ടിയുള്ളതാണ് എങ്കിൽ. ഇനി വയസ്തമിറുൽ മസ്ഹു അലൈഹി ഇലാ തമാമിൽ മുദ്ദ,
അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതിന്റെ മേൽ തടകാം. എത്ര കാലം തടകാം? ഈ പറയുന്ന കാലാവധി കഴിയുന്നതുവരെ. ദൂനമായിൽ ബിസുഫൗഖഹു മിൻ ഖുഫിൻ ഔ നഅലി വനഹ്വിഹി. അപ്പോൾ ഒരാൾ വുദൂ ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു? ഖുഫ ധരിച്ചു. എന്നിട്ട് അതിന്റെ മേൽ വേറെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? ചെരുപ്പിട്ടുണ്ട്. ആ ചെരുപ്പിന്റെ മേൽ തടകിയാൽ പോരാ. അല്ലെങ്കിൽ വേറെ വസ്തു ഉണ്ട്, അതിന്റെ മേൽ തടകിയാൽ പോരാ. ഇതിന്റെ മേലാണ് തടകൽ അനുവദനീയം. വലാ തഅസീറ ലിതക്റാരി ഖൽഇഹി വലുബ്സിഹി ഇദാ കാന ഖദ് ബദഅ അൽമസ്ഹ അലൽ ജൗറബ്. ഒരാൾ തടകൽ ആരംഭിച്ചതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ അത് ഊരുകയും ഇടുകയും ചെയ്തു എന്നുള്ളതുകൊണ്ടൊന്നില്ല, കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്ന അഭിപ്രായം. ഈ 3 നിബന്ധനകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഖുഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടകണമെങ്കിൽ അതിന്റെ നിബന്ധനകളായി പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വുദൂവോട് കൂടിയിട്ടായിരിക്കണം ചെയ്യുക, ധരിക്കേണ്ടത്. അതേപോലെ തന്നെ അനുവദിക്കപ്പെട്ടതായിരിക്കണം. അതേപോലെ അത് കാലിനെ മറയ്ക്കുന്നതായിരിക്കണം. അതിൽ ഉലമാക്കൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാലിനെ മറയ്ക്കുക എന്നുള്ളതിൽ. കാരണം അത് പൂർണ്ണമായി സ്ഥിരപ്പെട്ട ഹദീസുകളൊന്നും ചെയ്തില്ല, ആവശ്യത്തിലില്ല. മാത്രമല്ല സ്വഹാബികളിൽ നിന്ന് പല സ്വഹാബികളും അവർക്ക് കാല് പൂർണ്ണമായി മറയ്ക്കുന്ന രീതിയിലുള്ള ഖുഫുകൾ ധരിക്കാൻ സാധിക്കാത്തവരുണ്ടായി. ഓട്ടകളുള്ള അതേപോലെ തന്നെ കീറിയ ഖുഫുകളെല്ലാം ധരിച്ച സ്വഹാബികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഇത് ഒരു ഇളവാണ്. അപ്പോൾ ഈ ഇളവ് പൂർണ്ണമായി ഇത് നല്ല ശക്തമായ തണുപ്പും മറ്റുമൊക്കെയുള്ളപ്പോൾ കാലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് ഇത് വലിച്ചൂരി എടുക്കുകയും പിന്നീട് കഴുകി കയറ്റിയിടുകയും ചെയ്യുക എന്നുള്ളതൊക്കെ പ്രയാസകരമായതിനാലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഇളവ് അല്ലാഹു നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു കീറലുണ്ടെന്നോ അല്ലെങ്കിൽ വെളിപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് എന്തില്ല, കുഴപ്പമില്ല. അത് പ്രയാസകരമാണ് എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ എന്തില്ല, ഇല്ല. മാത്രമല്ല അങ്ങനെ ഉരണം എന്നുള്ളതാണെങ്കിൽ ഈ പറയുന്ന പ്രയാസങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിനാൽ അത് നിബന്ധന സാധുവല്ല എന്ന് ചെയ്യുന്നുണ്ട്. മറ്റു ചില ഉലമാക്കളും ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി വയജൂസുൽ മസ്ഹ് അലൽ ഇമാമത്തി ബിശർത്തൈൻ. അതേപോലെ തന്നെ തലയിൽ കെട്ടുന്ന തലപ്പാവ് അതിന്റെ മേൽ തടകലും അനുവദനീയമാണ്. അതിന് 2 നിബന്ധനയാണുള്ളത്. അഹദുഹുമാ തകൂനു സാത്തിറതൻ ലിമാ ലം തജ്രിൽ ആദതു ബികശ്ഫിഹി മിൻ അർ-റഅസ്. അത് തലയെ മൂടുന്നതായിരിക്കണം. ആദത്തിൽ അതിനെ വെളിപ്പെടുത്തുക എന്നുള്ളത് പതിവായിട്ട് സാധാരണ രീതിയിൽ തലപ്പാവ് വെച്ചാൽ ആ ഭാഗം എന്ത് ചെയ്യൂല, വെളിപ്പെടുത്തൂല. അങ്ങനെ വെളിപ്പെടുത്താത്ത ഭാഗങ്ങളെ മുഴുവനും തലയിൽ നിന്ന് മൂടുന്ന രീതിയിലുള്ള തലപ്പാവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ മേൽ എന്ത് ചെയ്യാം, തടകാം. രണ്ടാമത്തെ നിബന്ധന അൻ തകൂനൽ ഇമാമത്തു മുഹന്നകതൻ. തലപ്പാവ് മുഹന്നകത്താകണം. മുഹന്നകത്ത് എന്ന് പറഞ്ഞാൽ വഹിയല്ലത്തി യുദാറു മിൻഹാ തഹ്തൽ ഹനകി ദൗറുൻ ഫഅക്സർ. നമ്മുടെ നാടുകളിൽ ആ രീതിയിലുള്ള തലപ്പാവ് ലഭ്യമല്ല. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം കാണാം. ഹറമിലേക്കും പോകുമ്പോൾ ചില നാട്ടിലുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കാണാം. തലയിൽ ഇങ്ങനെ കെട്ടിയതിന് ശേഷം എന്ത് ചെയ്യും, അതിന്റെ ഒരു ഭാഗം കൊണ്ട് ഈ വായയുടെ താഴെ ഭാഗവും എന്ത് ചെയ്യും, ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. ഈ ഭാഗം കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, കവർ ചെയ്യുന്ന രീതിയിലുള്ളതായ തലപ്പാവുകൾ. അതാണ് മുഹന്നകത്തായ തലപ്പാവ്. അങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതല്ല എങ്കിൽ ഔ തകൂന ദാത ദുആബത്തിൻ, അല്ലെങ്കിൽ അതിന് ഒരു വാലുണ്ടാകണം ആ തലപ്പാവിന്. വഹിയല്ലത്തി യുർഖാ തർഫുഹാ മിനൽ ഖൽഫി, പിന്നിലൂടെ ആ വാല് തൂക്കിയിട്ട തലപ്പാവായിരിക്കണം. ഈ 2 നിബന്ധനകളിലൂടെ പറയുന്നുണ്ട്. പക്ഷേ ഈ നിബന്ധനകളും എന്തല്ല, സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന നിബന്ധനകളല്ല. അത് എന്താണ്, തലപ്പാവായാൽ മതി. സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന തലപ്പാവുകൾ, അതിന് ഈ പറയുന്ന വാലുകളില്ല എങ്കിലും അല്ലെങ്കിൽ മുഹന്നകത്തല്ല എങ്കിലും അതിന്റെ മേൽ തടകൽ അനുവദനീയമാണ് എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ഫഖദ് സബത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ഹു അലൽ ഇമാമ. ഇങ്ങനെ ഈ തലപ്പാവിന്റെ മേൽ തടകൽ അനുവദനീയമാണ് എന്നതിന്റെ മേൽ ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നബിയിൽ നിന്ന്. ബി അഹാദീസ, വ്യത്യസ്ത ഹദീസുകൾ കൊണ്ട്. അഖറജഹ ഗൈറു വാഹിദ് മിനൽ അഇമ്മ, ഒന്നിലധികം അയിമ്മത്ത് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ലം യുതഹിറുൽ മസ്ഹു അലൽ ഇമാമ ഫലാ തഹറഹുല്ലാഹ്. ഇമാമത്തിന്റെ മേൽ, തലപ്പാവിന്റെ മേലുള്ളതായ തടകൽ ആരെയെങ്കിലും ശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവനെ ശുദ്ധീകരിക്കാതിരിക്കട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹദീസുകൾ വന്നിട്ടുണ്ട്. തലപ്പാവിന്റെ മേൽ തടകിയാൽ എന്താവുന്നതാണ്, മതിയാകുന്നതാണ്. وإنما يجوز المسح على الخفين والعمامة في
ഫി ത്വഹാറത്തി മിനൽ ഹദസിൽ അസ്വർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇങ്ങനെ തലപ്പാവിന്റെ മേലാണെങ്കിലും അല്ലെങ്കിൽ ഖുഫയുടെ മേലാണെങ്കിലും ഈ തടകൽ അനുവദനീയമാകുന്നത് എപ്പോൾ മാത്രമാണ്? ചെറിയ അശുദ്ധിക്ക് മാത്രമാണ്, വുളൂ ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. വഅമ്മൽ ഹദസുൽ അക്ബർ, എന്നാൽ ഒരാൾക്ക് വലിയ അശുദ്ധിയമാണ്, കുളിക്കേണ്ട അവസ്ഥയാണ് എങ്കിൽ ഫല യംസഹു അലാ ശൈഇൻ മിൻ ദാലിക ഫീ ബൽ യജിബു ഗസ്ലു മാ തഹതഹുമാ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തലപ്പാവിന്റെ മേലോ അല്ലെങ്കിൽ സോക്സിന്റെയോ ഹുഫയുടെ മേലോ തടകലെന്നല്ല, അനുവദനീയമല്ല, നിർബന്ധമായും അത് ഊരി അതിന്റെ താഴ്ഭാഗം എന്ത് ചെയ്യേണ്ടതുണ്ട്? കഴുകണം എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ ഇത് രണ്ടും ആർക്ക് മാത്രം ബാധകമാണ്? ചെറിയ അശുദ്ധിയുള്ള ഒരാൾക്ക്, വുളൂ ചെയ്യുന്ന ഒരാൾക്ക് മാത്രം ബാധകമായ വിഷയമാണ്. ഇനി അടുത്ത ഒരു മസ്അല, വയംസഹു അലൽ ജബീറ. ജബീറത്തിന്റെ മേൽ അവന് തടകൽ അനുവദനീയമാണ്. ജബീറത്ത് എന്ന് പറഞ്ഞാൽ പരിക്കും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ വച്ച് കിട്ടുന്ന വസ്തുക്കളാണ്. വഹിയ അഅവാദുൻ വനഹ്വുഹ, അത് പഴയകാലത്തെല്ലാം ഊത് മരക്കഷ്ണങ്ങളാണ് എന്ത് ചെയ്യും, അപ്പോൾ കൈ പൊട്ടലുണ്ടായി, അപ്പോഴൊക്കെ അവരെന്ത് ചെയ്യും, ഒരു മരം പോലുള്ള എന്ത് ചെയ്യും, നീളത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, കെട്ടും. ഈ എല്ലുകൾ തമ്മിൽ പരസ്പരം ജോയിന്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഊതുകളാണ്, മരക്കഷ്ണങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വനഹ്വ, അല്ലെങ്കിൽ അതുപോലുള്ളത്. തുർബത്തു അലൽ കസ്രി, അത് ഈ അസ്ഥിയും മറ്റുമെല്ലാം പൊട്ടും ബന്ധിയും അവിടെ ബന്ധിക്കും. അപ്പൊ അതിന് പകരമായിട്ട് ഇപ്പൊ നമ്മുടെ നാടുകളിൽ എന്തുണ്ട്, പ്ലാസ്റ്റർ ചെയ്യുന്ന പോലുള്ളതായ വസ്തുക്കൾ. വയുംസഹു അലൽ ദിമാദിൽ ലദീ യകൂനു അലൽ ജുറഹി, എന്നിട്ട് എന്ത് ചെയ്യും, ഈ അതേപോലെ തന്നെ ജുറഹ്, പരിക്കിന്റെ മേലെ ഒട്ടിച്ചിരിക്കുന്നതായ ദിമാദ് എന്ന് പറഞ്ഞാൽ ബാൻഡേജുകൾ, അതിന്റെ മേലും എന്ത് ചെയ്യാം, തടകൽ അനുവദനീയമാണ്. وكذلك يمسح على اللصوق الذي يجعل على القروح, അതേപോലെ തന്നെയാണ് എന്ത്, പരിക്ക് ഉള്ള ഭാഗങ്ങളിൽ വച്ചിരിക്കുന്നതായ ലുസൂക്കുകൾ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, പ്ലാസ്റ്റർ തന്നെയാണ് എന്ന് പറഞ്ഞത് ലുസൂക്ക് എന്ന് പറയുന്നത്. അതും എന്താണ്, ബാൻഡേജ് എല്ലാം അതിന് പെടും. അതിന്റെ പേരും തടവുക എന്നുള്ളത് ഇപ്രകാരം തന്നെയാണ്, അനുവദനീയമാണ്. കുല്ലു ഹാദിഹിൽ അഷ്യാഇ യുംസഹു അലൈഹ, ഈ പറയുന്ന വസ്തുക്കളുടെ മേലെല്ലാം എന്ത് ചെയ്യപ്പെടും, തടകപ്പെടും. ബിഷർത്തി അൻ തകൂന അലാ ഖദ്രിൽ ഹാജ, അവിടെ വളരെ പ്രധാനപ്പെട്ട നിബന്ധനയുണ്ട്. ഇവകൾ വച്ചിരിക്കുന്നത് ആവശ്യമുള്ള ഭാഗത്ത് മാത്രമായിരിക്കണം. ബിഹൈസു തകൂന അലൽ കുസ്രി അവിൽ ജുർഹി വമാ ഖറബ മിൻഹു മിമ്മാ ലാ ബുദ്ദ മിൻ വളഇഹാ അലൈഹി ലിതുഅദ്ദി മുഹിമ്മതഹാ. ഒന്നുകിൽ ആ പൊട്ടിയ ഭാഗത്ത്, അല്ലെങ്കിൽ പരിക്കുള്ള ഭാഗത്ത്, അസ്ഥി പൊട്ടിയ ആ ഭാഗത്ത്, അല്ലെങ്കിൽ അതിന്റെ പരിക്കുള്ള ഭാഗത്ത്, അതിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്തും അവിടെയും കൂടി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ശരിയാവുകയുള്ളൂ. എങ്കിൽ ആ ഭാഗവും. ഫൈൻ തജാവസത് ഖദർ അൽ ഹാജ, ഈ ആവശ്യമുള്ള ഭാഗത്തേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചു കെട്ടിയിട്ടുണ്ട് എങ്കിൽ ലസിമഹു നസ്ഉ മാ സാദ അനിൽ ഹാജ, ആവശ്യത്തിനേക്കാൾ അധികമായി കെട്ടിയിരിക്കുന്നത് ഒഴിവാക്കൽ എന്താണ്, നിർബന്ധമാണ്. അപ്പൊ എത്രയാണോ ആവശ്യമുള്ളത്, ഒരു വിശ്വസ്തനായ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം ഇത്ര ഭാഗം കെട്ടണം ആണെങ്കിൽ എന്ത് ചെയ്യാം, അത്ര. അതിനേക്കാൾ അധികമായി കഴിഞ്ഞാൽ അതിന്റെ മേൽ എന്ത് ചെയ്താൽ പോരാ, തടകൽ മതിയാവുകയില്ല എന്നുള്ളതാണ്. വയജൂസുൽ മസ്ഹു അലൽ ജബീറത്തി വനഹ്വിഹാ ഫിൽ ഹദസിൽ അസ്ഗരി വൽ അക്ബർ, ഇങ്ങനെ ഈ പരിക്കുകളുടെ മേലും മറ്റുമുള്ള വച്ചുകെട്ടലുകളുടെ മേൽ തടവുക എന്നുള്ളത് ചെറിയ അശുദ്ധിക്കും പറ്റും, അതേപോലെ തന്നെ വലിയ ശുദ്ധിക്കും പറ്റും. ആദ്യം പറഞ്ഞത് ചെറിയ ശുദ്ധിയിൽ മാത്രമാണെങ്കിൽ ഇവകളുടെ കാര്യം വലിയ ശുദ്ധിക്കും എന്താണ് അനുവദനീയം, കുളിക്കുന്നതിന് പകരവും അങ്ങനെ തന്നെ ചെയ്യാം. വലൈസ ലിൽ മസ്ഹി അലൈഹാ വഖ്തുൻ മുഹദ്ദദുൻ, മാത്രമല്ല ഇതിന് പ്രത്യേകിച്ച് നിർണയിക്കപ്പെട്ട പരിധിയുമില്ല, സമയപരിധിയുമില്ല. ബൽ യുംസഹു അലൈഹാ ഇലാ നസ്ഇഹാ ഔ ബുർഇ മാ തഹതഹാ, എപ്പോഴാണോ അത് ഊരുന്നത് അതുവരെയും, അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തോ താഴ്ഭാഗം എപ്പോഴാണോ ഭേദമാകുന്നത് അതുവരെയും അതിന്റെ മേൽ തടക്കിക്കൊണ്ടിരിക്കാം. ലിഅന്ന മസ്ഹഹാ ലിഅജ്ലി ദറൂറത്തി ഇലൈഹി, കാരണം അതിന്റെ മേൽ തടകൽ അനുവദിക്കപ്പെട്ടതിനാണ്, അതിലേക്ക് ഒരു മനുഷ്യൻ അത്യാവശ്യക്കാരനായതിനാലാണ്. ഫയതഖദ്ദറു ബിഖദ്രി ദറൂറ, അപ്പോൾ അത് കണക്കാക്കപ്പെടുന്നത് എത്രയാണോ അത്യാവശ്യമുള്ളത് ആ കാലയളവാണ്. എത്ര കാലത്തേക്ക് അത് ആവശ്യമുണ്ടോ ആ കാലം അത്രയും എന്ത് ചെയ്യാം, അതിന്റെ മേൽ തടകാം എന്നുള്ളതാണ്. വദ്ദലീലു അലാ മസ്ഹിൽ ജബീറത്തി ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ജബീറത്തിന്റെ മേൽ തടകൽ അനുവദനീയമാണ് എന്നുള്ളതിനുള്ള തെളിവെന്താണ്? അത് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, ഖറജ്നാ ഫീ സഫരി, ഞങ്ങൾ ഒരു യാത്രയിൽക്ക് വേണ്ടി പുറപ്പെട്ടു. ഫഅസാബ റജുലൻ മിന്നാ ഹജറുൻ, ഞങ്ങളിൽ ഒരു
മനുഷ്യന് ഒരു കല്ല് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിച്ചു. ഫഷജ്ജഹു ഫി റഅസി, അത് അവന്റെ തലയിൽ എന്ത് ചെയ്തു? സ്വഹാബിയുടെ തലയിൽ ഒരു വലിയ പരിക്കുണ്ടാക്കി, കല്ല് കൊണ്ട് പതിച്ചിട്ട്. സുമ്മഹ്തലമ, അതിനുശേഷം ആ സ്വഹാബിക്ക് എന്ത് ചെയ്തു? സ്വപ്നസ്ഖലനമുണ്ടായി, വലിയ ശുദ്ധിയുണ്ടായി. ഫസഅല അസ്ഹാബു, അപ്പോൾ കൂട്ടുകാരോട് ഈ സ്വഹാബി ചോദിച്ചു, ഹൽ തജിദൂന ലി റുഖ്സതൻ ഫി തയമ്മും, എനിക്ക് തയമ്മും ചെയ്യാൻ ഏതെങ്കിലും റുഖ്സ, ഇളവ് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ കുളിക്കേണ്ടതുണ്ടോ, അതല്ല തയമ്മും ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. ഖാലു, അവര് പറഞ്ഞു, മാ നജിദു ലക റുഖ്സതൻ വ അൻത തഖ്ദിറു അലൽ മാ, താങ്കൾക്ക് യാതൊരു ഇളവും ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. താങ്കൾക്ക് വെള്ളം ഉപയോഗിക്കൽ കഴിവുള്ളയാളല്ലേ, അതുകൊണ്ട് വെള്ളം തന്നെ ഉപയോഗിക്കണം, കുളിക്കണം എന്നവർ പറഞ്ഞു. ഫഗ്തസല ഫമാത, അങ്ങനെ ആ സ്വഹാബി കുളിച്ചു, അദ്ദേഹം മരിച്ചുപോയി, മരണപ്പെട്ടുപോയി. ഫലമ്മാ ഖദിംനാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറ ബിദാലിക്, നബിയുടെ അടുക്കൽ ഞങ്ങൾ ചെന്നപ്പോൾ എന്ത് ചെയ്തു? ഇത് നബിയോട് പറയപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവര് ആ സ്വഹാബിയെ വധിച്ചിരിക്കുന്നു, കൊന്നിരിക്കുന്നു, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അലാ സഅലു ഇദ് ലം യഅലമു, അറിയില്ലെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നില്ലേ? ഫഇന്നമാ ശിഫാഉൽ അയ്യി സുആൽ, അറിവില്ലായ്മയുടെ മരുന്ന് ചോദിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർക്കശമായിട്ട് എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള മസാലകൾ, അറിവില്ലായ്മയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വളരെ ഗുരുതരമായ വിഷയമാണ് എന്ത് ചെയ്യുക, അതല്ലാതെ സംസാരിക്കുക എന്നുള്ളത് എന്ന് നബി പറഞ്ഞു കൊടുത്തു. ഇന്നമാ കാന യക്ഫീഹി അൻ യതയമ്മം വയഅസിബ അലാ ജുർഹിഹി ഖിർഖതൻ സുമ്മ യംസഹ അലൈഹാ, അദ്ദേഹത്തിന് തയമ്മം ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഒരു ഖിർഖത്ത്, ഒരു തുണിക്കഷ്ണമോ മറ്റോ വച്ച് മൂടിയതിനു ശേഷം, കെട്ടിയതിനു ശേഷം അതിന്റെ മേൽ തടകിയാൽ മതിയായിരുന്നു എന്നെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇമാം അബൂദാവൂദും മറ്റുമെല്ലാം ഉദ്ധരിക്കുന്നതായ ഹദീസാണ്. അപ്പോൾ വലിയ അശുദ്ധി ഉണ്ടെങ്കിലും ചെറിയ ശുദ്ധിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ എന്ത് ചെയ്യാം? ജബീറത്തിന്റെ മേൽ തടകൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മഹല്ലുൽ മസ്ഹി മിൻ ഹാദിഹിൽ ഹവായിൽ, ഇങ്ങനെയുള്ള ഈ പറയുന്ന ഹവായിലുകൾ, ഈ തടസ്സങ്ങൾ, അതിന്റെ എവിടെയാണ് തടയേണ്ടത്? യുംസഹു ളാഹിറുൽ ഖുഫി വൽ ജൗറബ്, ഖുഫയും സോക്സുമാണ് എങ്കിൽ അവിടെ തടയേണ്ടത് അതിന്റെ പുറം ഭാഗം മാത്രമാണ്. എന്ത് തടയേണ്ടതില്ല? താഴ്ഭാഗം തടയേണ്ടതില്ല. വയുംസഹു അക്സറുൽ ഇമാമ, തലപ്പാവാണെങ്കിൽ അതിന്റെ അധിക ഭാഗവും എന്ത് ചെയ്യണം? തടകണം. വയഖ്തസ്സു ദാലിക ബിദവാഇരിഹാ വയംസഹു അലാ ജമീഇൽ ജബീറ, അപ്പോൾ അതിൽ പ്രത്യേകമാകുന്നത് അതിന് ചുറ്റിലുള്ളതായ ഭാഗമാണ്. അതിൽ പ്രത്യേകമായിട്ട് നീണം തടകണം. പൂർണ്ണമായി തടകണമെന്നില്ല, അപ്പോൾ അധിക ഭാഗവും എന്ത് ചെയ്യുക? തടയുക എന്നുള്ളതാണ്. എന്നാൽ ജബീറത്താണ് എങ്കിൽ, വച്ചു കെട്ടിയിരിക്കുന്ന ഭാഗമാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? തടവുക എന്നുള്ളതാണ് വേണ്ടത്. വസിഫത്തുൽ മസ്ഹി അലൽ ഖുഫൈൻ, രണ്ട് ഖുഫയുടെ മേൽ തടകുന്നതിന്റെ രൂപം അൻ യദഅ അസാബിഅ യദൈഹി മബ്ലൂലതൈനി ബിൽ മാഇ അലാ അസാബിഇ റിജ്ലൈഹി സുമ്മ യുമിറുഹുമാ ഇലാ സാഖിഹി, രണ്ട് നനച്ചിരിക്കുന്ന കൈകളുടെ വിരലുകൾ അത് എന്ത് ചെയ്യുക? കാലിന്റെ വിരലുകളുടെ മേലെ വെക്കുക. എന്നിട്ട് സുമ്മ യുമിറുഹുമാ ഇലാ സാഖിഹി, അതിനെ രണ്ടും എന്ത് ചെയ്യുക? കാലിന്റെ തണ്ടൻകാല് അതിലേക്ക് നേരെ മുകളിലേക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ തടവുക. അതാണ് അതിന്റെ രൂപം. യംസഹു അൽരിജൽ യുംന ബിൽ യദിൽ യുംന വൽരിജൽ യുസ്റാ ബിൽ യദിൽ യുസ്റാ, വലത് കൈകൊണ്ട് വലത് കാലും ഇടത് കൈകൊണ്ട് എന്ത് ചെയ്യുക? ഇടത് കാലും ഇങ്ങനെ തടവുക. വയുഫജ്ജിജു അസാബിഅഹു ഇദാ മസഹ, തടകുന്ന സമയത്ത് വിരലുകൾ ഇങ്ങനെ വിടർത്തി തടവുക. വലാ യുകർരിറുൽ മസ്ഹ, ഒറ്റ പ്രാവശ്യം തടകിയാൽ മതി, എന്ത് ചെയ്യേണ്ടതില്ല? ആവർത്തിക്കേണ്ടതില്ല. വഫഖന അല്ലാഹു ജമീഅൻ ലിൽ ഇൽമി നാഫിഅ വൽ അമൽ സ്വാലിഹ, അല്ലാഹു നമുക്ക് ഏവർക്കും നാഫിഅ ഇൽമു പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇതാണ് അതിന്റെ രൂപം. ഇവിടെ ഈ സാധാരണ രീതിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ, ഈ പരിക്കുകളുള്ള ഭാഗങ്ങളിൽ കഴുകേണ്ട അതിനെ സംബന്ധിച്ച് ഉള്ള അഭിപ്രായം ഇതാണ്. അതിൽ മുറിവോ മറ്റോ ഉള്ള ഭാഗമാണ് എങ്കിൽ അതിനെ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. അതിന് ഉലമാക്കൾ രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒരാൾക്ക് കയ്യിലോ അല്ലെങ്കിൽ വുദൂഇന്റെ അവയവങ്ങളിൽ എവിടെയെങ്കിലും മുറിവുണ്ട് എങ്കിൽ ഒന്നുകിൽ അത് തുറന്ന മുറിവായിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും? അടയ്ക്കപ്പെട്ട ഈ പറഞ്ഞ രീതിയിൽ ബാൻഡേജോ അല്ലെങ്കിൽ കെട്ടുകളോ ഉള്ളതായ ഭാഗമായിരിക്കും.
ഇത് തുറന്നിരിക്കുന്നതാണ് എങ്കിൽ എന്ത് ചെയ്യണം? കഴുകാൻ പറ്റുന്ന മുറിവാണ്, ചെറിയ മുറിവോ മറ്റൊക്കെയാണ്, വെള്ളമൊഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ എന്ത് ചെയ്യണം? വെള്ളമൊഴിക്കൽ നിർബന്ധമാണ്, വെള്ളമൊഴിച്ച് കഴുകണം. ഇനി വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഇത് പഴുക്കാനോ മറ്റോ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ അത് ഭേദമാകാൻ കുറച്ച് കാലതാമസമെടുക്കും. അങ്ങനെയുള്ള അവസ്ഥയാണ് എങ്കിൽ എന്ത് ചെയ്യുക? ധാരാളം വെള്ളമൊഴിച്ചാൽ അങ്ങനെ പ്രശ്നമാണെങ്കിൽ കൈകൊണ്ട് എന്ത് ചെയ്യുക? അതിന്റെ മേലെ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ തടകിയാൽ മതിയാകും ആ ഭാഗം. ഇനി അതിനും പറ്റാത്ത സാഹചര്യമാണ്, നല്ല മുറിവാണ്, വെള്ളമൊഴിക്കാനും പറ്റൂല, തടകാനും പറ്റൂല. അങ്ങനെയാണെങ്കിൽ കഴുകാൻ പറ്റുന്ന ഭാഗങ്ങൾ കഴുകുക, എന്നിട്ട് ഈ തടകാനും കഴുകാനും പറ്റാത്ത ഭാഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? തയമ്മും ചെയ്യുക. ഇതാണ് വേണ്ടത്. ഇനി ഇപ്പൊ ഈ പറഞ്ഞ തടകുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, അത് ഇങ്ങനെയുള്ള മുറിവുകളല്ല. അത് എന്ത് ചെയ്തിരിക്കുകയാണ്? മൂടപ്പെട്ടിരിക്കുന്ന മുറിവാണ്. മൂടപ്പെട്ടിരിക്കുന്ന മുറിവാണ് എങ്കിൽ പിന്നീട് അവിടെ എന്ത് ചെയ്യേണ്ടതില്ല? തയമ്മം ചെയ്യേണ്ടതില്ല. കഴുകാൻ പറ്റുന്ന അവയവങ്ങൾ കഴുകുക, ഭാഗങ്ങൾ കഴുകുക, എന്നിട്ട് ഈ മൂടിയിരിക്കുന്നതായ ഭാഗത്തിന്റെ മേലെ എന്ത് ചെയ്താൽ മതി? തടവുക എന്നുള്ളത് മാത്രം മതിയാകുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ മുസന്നിഫ് സംസാരിച്ചിരിക്കുന്നതായ വിഷയം ഭാഗം. ഇനി വുളൂ മുറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എപ്പോഴാണ് ഒരാൾ വുളൂ ചെയ്താൽ അവന്റെ വുളൂ എന്ത് ചെയ്യുക? മുറിഞ്ഞു പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത അധ്യായം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം സംസാരിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടോ? ഏതാ കുഴപ്പമില്ല. കാലിന്റെ നിറമൊന്നും വെളിപ്പെടുത്താത്ത കട്ടിയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല.